ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്ന വീഡിയോ NH-66-ൻ്റെയാണ്. NH-66 നമുക്ക് എല്ലാവർക്കും അറിയാം. പൻവേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഗോവ, കർണാടക വഴി കേരളത്തിൽ കയറി കന്യാകുമാരിയിൽ അവസാനിക്കുന്നത്. അപ്പോൾ ഈ 1641 കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് കേരള സംസ്ഥാനത്ത് കൂടിയാണ്. അപ്പോൾ അതിൽ ചാവക്കാട് മുതൽ വെളിയങ്കോട് എന്ന് പറയും, ഇതിൽ പൊന്നാനിക്ക് അടുത്തായിട്ട് അവിടം വരെയുള്ള റോഡിൻ്റെ വർക്കുകൾ എങ്ങനെയാണ് പോകുന്നത് അതാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ചാവക്കാട് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഗുരുവായൂർ സ്ട്രൈറ്റ് പോകുമ്പോൾ നമ്മൾ ഇടത്തോട്ട് പോയി ചാവക്കാട് ബീച്ചിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോകണം പൊന്നാനിക്ക്. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ 3 വരിക്കുള്ള പാലങ്ങളും റോഡുകളും അവർ പണി തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഏകദേശം കുറേ സ്ഥലത്തേക്ക് സ്ഥലങ്ങൾ അക്യൂസിഷൻ കഴിഞ്ഞു. പലയിടത്തും റോഡുകളിൽ പണി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ തൂണുകളെല്ലാം അവർ വാർത്ത് കഴിഞ്ഞു. പിന്നെ ചിലയിടത്ത് ബ്രിഡ്ജിലോട്ടുള്ള റോഡുകളെല്ലാം തന്നെ നല്ല ഹൈറ്റിൽ അവരെല്ലാം സിമെൻറ്റിൻ്റെ കട്ടകളിനെ വെച്ച് ലോക്ക് ചെയ്തിട്ട് മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കുകൾ ഇന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് യാത്ര പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, പല സ്ഥലത്തും നമുക്ക് ഈ റോഡിന് പണി കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പല ആൾക്കാരും കഴിഞ്ഞ ഒരു മഴയ്ക്ക്, ആദ്യത്തെ മഴയ്ക്ക് ഈ NH-ൻ്റെ പാലങ്ങൾ ഉണ്ടാക്കിയ സ്ഥലത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ അപ്രോച്ച് റോഡിലെ വീഴ്ചയും ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. സംഭവം ശരിയാണ്, എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു നാളേക്ക് ആയിട്ടുകൊണ്ട് ഇതെല്ലാവരും സഹിക്കുകയാണ്. ഒരു വർഷവും 2 വർഷം കഴിയുമ്പോഴേക്ക് ഇപ്പോൾ ഈ കാണുന്ന റോഡെല്ലാം മാറും. ഒരുപക്ഷെ കേരളത്തിന് നമ്മുടെ ഗതാഗതം, പ്രത്യേകിച്ച് മലബാർ സൈഡിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിലോട്ട് വരുന്ന റോഡുകളുടെ ഘടന മാറുകയും ചെയ്യും. മാത്രമല്ല യാത്ര ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ 6 പാതയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കണേ ഉള്ളൂ. ചിലയിടത്ത് അപ്രോച്ച് റോഡിൻ്റെ പണി കഴിഞ്ഞു, 6 പാതയുടെ പണി സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ നല്ലൊരു സഹകരണമുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്ത് ആൾക്കാരും മുനിസിപ്പാലിറ്റി ആണെങ്കിലും സർക്കാരാണെങ്കിലും പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും പിന്നെ നമ്മുടെ ഇതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഇത് വിലയിരുത്താൻ മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹമാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സഞ്ചരിക്കുമ്പോൾ അറിയാം, ഈ 6 വഴി ആക്കിയേക്കണടുത്ത് നമുക്ക് നല്ല റോഡുകളാണ്, കുണ്ടും കുഴി ഒട്ടും തന്നെ ഇല്ല. അവിടെ നിന്ന് നമ്മൾ ഡീവിയേഷനിലോട്ട് എത്തുമ്പോൾ നമുക്ക് പിന്നെ റോഡ് പഴയ പോലെയാവും. അപ്പോൾ ഈ ഡീവിയേഷനിലോട്ട് സഞ്ചരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്കിനി മാറിക്കിട്ടാൻ പോകുന്നത് വരും കാലങ്ങളിൽ. അധികമൊന്നും എടുക്കില്ല, ഒരു കൂടി 2 വർഷം. അപ്പോൾ ആ ഒരു ഫേസാണ് ഇന്ന് കവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പലയിടത്തും അവർ റോഡ് പണിയുടെ ചെങ്കല് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ചെങ്കല് പണി നടക്കാത്ത സ്ഥലത്തെല്ലാം കവർ ചെയ്ത് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്, മഴയത്ത് ഒലിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ അപ്രോച്ച് റോഡുകൾ അവർ അത്യാവശ്യം രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ചാവക്കാട് പൊന്നാനി റൂട്ടായതുകൊണ്ട് വലിയ തിരക്കില്ല. കാരണം 3 വരിയാണ് അവർ 2 സൈഡിലായിട്ട് തുറന്നു കൊടുത്തേക്കണം. ഇടയ്ക്ക് ഡൈവേർഷൻസ് ഉണ്ട്. ഈ ഡൈവേർഷൻ ചെയ്ത് നമ്മൾ കയറുന്നത് വീണ്ടും 6 വരി പാതയിലോട്ടാണ്. അപ്പോൾ ഈ 6 വരി പാതയുടെ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾ തീർന്നിട്ടില്ല. ഒരു 2 വർഷം വേണ്ടി വരില്ല ഇത് ഒരു 6 വരി പാതയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെയെല്ലാം 6 വരി പാത ആയിക്കഴിഞ്ഞു. ഒരു സൈഡ് 3 വരി, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 3 വരി താഴേക്കും ഇപ്പോഴത്തോട്ട് എതിർവശ സൈഡും പോകുന്നുണ്ട്. ഈ റോഡുകൾ നമ്മൾ കാണും. ഈ റോഡുകൾ നമ്മൾ കാണുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്കാർക്ക്. പക്ഷേ ഇപ്പോൾ ഈ റോഡ് നോക്കി, ഈ റോഡിൻ്റെ ഫിനിഷിങ് പോലെ ആയിരിക്കും ഇനി കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡുകൾ. ഈ 6 വരി പാത വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എത്താൻ എങ്ങനെ വന്നാലും ഒരു 4 മണിക്കൂർ മാത്രമേ വേണ്ടി വരുള്ളൂ. ഇവിടെയെല്ലാം അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു.
പിന്നെ വേറൊരു പ്രത്യേകം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണ്ടെയ്നർ റോഡിന് വീഡിയോ ചെയ്തിരുന്നു. 12 വർഷമായിട്ടും അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ പണി തീരുമ്പോൾ തന്നെ സ്ട്രീറ്റ് ലൈറ്റും അതിൻ്റെ ഫിറ്റിങ്സും എല്ലാം അവർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഒരു ഘടകമാണ്. റോഡ് നമുക്ക് ശരിക്കും കേരളത്തിൽ ഇങ്ങനത്തെ റോഡുകൾ നമുക്ക് ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ റോഡുകൾ വന്നേ ഉറപ്പാണ് കേരളത്തിൻ്റെ മുഖം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പം കാസർഗോഡ് നിന്ന് കണ്ണൂർക്കുള്ള 110 കിലോമീറ്ററും, അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടുള്ള 90 കിലോമീറ്ററും, കോഴിക്കോട് നിന്ന് എറണാകുളത്ത് ഏകദേശം 396-400 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള 240 കിലോമീറ്റർ. ഈ 640 കിലോമീറ്റർ ഇപ്പോൾ ഇന്നത്തെ സമയത്ത് ഇപ്പോൾ ഞാനിന്ന് എറണാകുളത്ത് നിന്ന് വയനാട് ഒരു 270 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ച് 8 മണിക്കൂറുണ്ട്. അതിന് 5 മണിക്കൂർ എടുത്ത് കോഴിക്കോട് കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആലോചിക്കാം ഇപ്പോൾ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടി. ഒരുപാട് ബിസിനസ്സുകാർ മലബാർ സൈഡിൽ നിന്ന് കൊച്ചിയിലോട്ടും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലോട്ടും വരുന്നുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും ട്രെയിനിനെ ആശ്രയിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് ട്രെയിനാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ സമയത്ത് ടിക്കറ്റ് കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവനവൻ്റെ വണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ഉള്ള അവസരങ്ങൾ നല്ല റോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പല സമയത്തും പറ്റാറില്ല. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന റോഡുകൾ. അപ്പോൾ ഈ റോഡിന് പല സ്ഥലത്തും ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ രീതിയിലെ വർക്കുകൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനത്തെ റോഡുകൾ സഞ്ചരിക്കാതെ ഒരുപാട് മലയാളികൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവരിലോട്ടും കൂടി എത്തിക്കുകയാണ്. നമുക്ക് ഇങ്ങനത്തെ റോഡുകളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ മാഹിയിൽ നിന്ന് കണ്ണൂർക്കുള്ള 31 കിലോമീറ്റർ റോഡെന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ തന്നെ ഈ ഫേസ് തന്നെ പണിത റോഡാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വരുന്ന മാറ്റങ്ങൾ അധികം യാത്ര ചെയ്യാത്ത ആൾക്കാരിൽ അറിയിക്കാനും അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരോട് പറയാനാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് നമുക്ക് നല്ല റോഡുകളിലൂടെ കേരളത്തിൽ നിന്ന് കർണാടകയിലോട്ടോ ഗോവയിലോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റും, അതേപോലെ തിരുവനന്തപുരത്തോട്ടും. ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഈ റോഡുകൾ കാണണമെങ്കിൽ ഇത് കേരളം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എറണാകുളത്ത് ഇപ്പോഴും സിറ്റിയുടെ അകത്തുള്ള നല്ല റോഡുകൾ കൂടുതലും കൊച്ചിൻ മെട്രോ പണിത റോഡുകളാണ്. നമുക്ക് ബൈപ്പാസുകളുണ്ട്. എന്നാൽ ഈ റോഡുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് മലബാറിലൂടെ സഞ്ചരിക്കുന്ന റോഡുകളാണ്. ഇപ്പോൾ നാളെ കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരിലോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് കണ്ണൂർക്കോ ഒക്കെ പോകാൻ വേണ്ടി നമുക്ക് ഈ റോഡുകൾ നമുക്ക് സഹായിക്കും. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.